ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലച്ചു മാധവത്തിലെത്തുമ്പോൾ ശിവരാമേട്ടനും റജിയും അവിടെയുണ്ട്. എല്ലാവരോടും കുശല അന്വേഷണം നടത്തി കഴിഞ്ഞ് റജിയെ കാണേ ഇനിയിപ്പോ ശരിക്കും മാൻലി ആയാലോ എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട്. പോലീസ് ഫിസിക്കലിന് വേണ്ടി അങ്ങനെയായിരുന്നു ട്രെയിനിങ് എന്ന് ശിവരാമേട്ടൻ പറയേ. അത് കിട്ടിയല്ലോ, കനി എല്ലാം പറഞ്ഞെന്ന് ലച്ചുവും. ഇനി വെരിഫിക്കേഷൻ കൂടി ഉണ്ടെന്ന് റജി പറയേ. ഇവന്റെ കല്യാണമായി ലച്ചു എന്ന് ശിവരാമേട്ടനും. അതും ഞാൻ അറിഞ്ഞു. ഡാ പ്രേമമാ അല്ലേ കള്ള എന്ന് ലച്ചു ചോദിക്കേ. അത് പിന്നെ അപ്പയൊക്കെ നമ്മുടെ ഇൻസ്പിറേഷൻ അല്ലേ എന്ന് റജിയും പറയുന്നുണ്ട്. കേട്ടോ ഏട്ടാ, ഇത് കണ്ടോ എനിക്കിട്ടൊന്ന് വെച്ചത്. എടാ അതെ, ഞാനാണ് ഇൻസ്പിറേഷൻ എങ്കിലേ നീ പോയി ഒരു മാതാമയെ വേണം കേട്ടാൻ, കേട്ടോ എന്ന് ലച്ചു അവനോടായി പറയുമ്പോഴേക്കും അത് ശരിയായെന്ന് റജിയും സമ്മതിക്കുക. ശിവരാമേട്ടനും പറയുന്നുണ്ട്, ലച്ചു ശരിക്കും കഷ്ടപ്പാടുള്ള ഒരു കുട്ടിയാ. അച്ഛനും അനിയത്തിക്കും ഒക്കെ വയ്യായികയുള്ളതാ, അമ്മയും ഇല്ല. പക്ഷേ കൊച്ചു നല്ല മിടുക്കിയാ, വക്കീല എന്ന് പറയേ. ലച്ചുവും നന്നായി, നമ്മുടെ കുടുംബത്തിലെ ഒരു വക്കീലിന്റെ കുറവുണ്ട് എന്ന് ചിരിയോടെ പറയുന്നുണ്ട്. ഒരു ഉറപ്പേര് നടത്തി വെക്കാമെന്ന് വെച്ചു. ഈ വ്യാഴം പെൺകൊച്ചിന്റെ വീട്ടിൽ നമ്മൾ കുറച്ചുപേര് പോയി ഒരു മോതിരമിടൽ ചടങ്ങ് എന്ന് ശിവരാമേട്ടൻ പറയേ. അതെ, വളരെ ലളിതമായിട്ട് നടത്തുന്നതാ നല്ലതെന്ന് കൃഷ്ണചന്ദ്രൻ സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്, ഒപ്പം ഉണ്ടാവണമെന്ന് ശിവരാമേട്ടൻ ക്ഷണിക്കേ. അയ്യോ, ഞാൻ ഈ കാലം വെച്ചേ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ ചെയ്യാം സാറേ എന്ന് ശിവരാമേട്ടൻ പറയേ. അപ്പോ ചെറിയ ചടങ്ങാണെങ്കിൽ ദേ ഇവള് വരുമെന്ന് സരസുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലച്ചു പറയുകയാ. ഞങ്ങൾ രണ്ടാളും കൂടി പോയാ ഇവൾക്കാവും കൂടുതൽ അറ്റൻഷൻ, പക്ഷെ കല്യാണത്തിന് ഞാൻ മെയിൻ റോൾ എടുക്കും എന്ന് ലച്ചു പറയുന്നത് കേൾക്കെ. അതൊക്കെ നിങ്ങൾ തമ്മിൽ നിശ്ചയിച്ചോ എന്ന് ശിവരാമേട്ടനും. ടീച്ചറമ്മയും സാറിനോടായി, സാർ കുറച്ചു നേരമായി കാല് തൂക്കിയിട്ടിരിക്കുന്നു, നീരിറങ്ങുവേ, ഇനി കുറച്ചു നേരം ഒന്ന് പോയി കിടക്കൂ സാർ എന്ന് പറയേ. എന്നാ പിന്നെ ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് സാർ ശിവരാമേട്ടനോടായി പറയുന്നുണ്ട്. അവരതിന് സമ്മതം മുളുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറിനെ വാക്കറിൽ നടക്കാൻ സഹായിച്ച് ടീച്ചറമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. പിന്നീട് ജോണും സന്തോഷവും പുറത്തൊരിടത്ത് മീറ്റ് ചെയ്യുകയാണ്. സന്തോഷ് ജോണിനോടായി പറയുകയാ, കൺഗ്രാറ്റുലേഷൻസ് ജോൺ, പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന്. ഇവിടുന്ന് ഷിഫ്റ്റ് ആയ ശേഷം കാണല് തീരെ കുറഞ്ഞല്ലോ, അതാ ഇപ്പൊ ഒന്നും പറയാനാവാത്തതെന്ന് ജോണും. എന്തായാലും കനിക നല്ല കുട്ടിയാ, ആക്റ്റീവാണ്, സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്, എന്നാൽ ആള് സിമ്പിളുമാണ് എന്ന് സന്തോഷ് പറയേ. എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, അമ്മ ആളിലെ ശരിക്കും കംഫർട്ടാ. ഇതിനൊക്കെ നമ്മൾ എന്ത് നോക്കാനാ സന്തോഷേ, അമ്മയുടെ സന്തോഷം അത് നോക്കിയേ പോരെ എന്ന് ജോണും നിരാശയോടെ പറയേ. എന്താ ജോൺ അത്ര ഹാപ്പി അല്ലേ എന്ന് സന്തോഷം ചോദിക്കുക. ഞാൻ എന്റെ താല്പര്യത്തെക്കാൾ അമ്മയുടെ കംഫർട്ടാ നോക്കിയത് എന്നവൻ വീണ്ടും പറയേ. എന്തുപറ്റി ജോണേ, താൻ ഓക്കെ അല്ലേ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ്, പിന്നെ ഇന്ന് നമ്മുടെ ട്രഷറിയിൽ വരേണ്ടി വന്നതുകൊണ്ട് നമ്മൾ കണ്ടു. 3-4 ദിവസത്തിനകം അമ്മയെയും കൂട്ടി ഞാൻ വരും. എന്നാ ഞാൻ ഇറങ്ങുവാ, വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് ജോൺ കാറുമെടുത്ത് പോവുകയാണ്. അവിടെ മാധവത്തിൽ ശിവരാമേട്ടനും കനികയും ലച്ചുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താന്നറിയില്ല, മഹേഷിനും രാധയ്ക്കും ആറിനെ കാണുന്നതേ ചതുർത്ഥിയാ എന്ന് ഏട്ടൻ പറയേ. അത് ഏട്ടൻ മുന്നേ പറഞ്ഞ ആ പപ്പടം വിളമ്പുന്ന നാണക്കേട് ഓർത്തിട്ടായിരിക്കും, അതങ്ങ് ഏതെങ്കിലും കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ലച്ചുവും പറയുന്നുണ്ട്. ഇത്രയും വിവരമുള്ള മനുഷ്യനാണെങ്കിലും അതിന്റെ ഒരു കനവുമില്ലാത്ത പാവമാണ് സാർ, നമ്മളോടൊക്കെ വലിയ കാര്യമായിട്ടാ പെരുമാറുന്നത്, അതാ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും മാധവത്തിന്റെ മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുകയാ. ആരോ വന്നല്ലോടിന്ന് ലച്ചു പറയേ. ആരെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കനി എഴുന്നേറ്റ് പോവുകയാ. അവൾ ചെന്ന് ജനലിലൂടെ നോക്കുമ്പോഴേക്കും ആരെ കനിയെന്ന് ലച്ചു വിളിച്ച് ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും എന്നവൾ പറയുമ്പോഴേക്കും പാർവതിയും റാംജിയും അകത്തേക്ക് എത്തിയിരുന്നു. ലച്ചുവും അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് ഹായ് ചേച്ചി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് രാമേട്ടനും ഒരു ഹായ് പറഞ്ഞ്, ഞാൻ എന്റെ ഈ ജന്മത്തെ ചേച്ചിയെ ഇനി കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല എന്ന് പറയേ. ഇതിപ്പോ അബദ്ധത്തിൽ വന്ന് പെട്ടതല്ലേ എന്ന് ശിവരാമേട്ടനും. അപ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട്. അല്ല, കനിയന്റെ കൂടെ US ഉണ്ടായിരുന്നത് പിതാശ്രീയും മാതാശ്രീയും അറിഞ്ഞോ ആവോ എന്ന് ലച്ചു ചോദിക്കുന്നത് കേൾക്കെ. നീ ഞങ്ങളെ ക്രോസ് ചെയ്യാൻ വന്നതാ എന്ന് പാർവതിയും ചോദിക്കുന്നുണ്ട്. അതെ, ക്രോസ് ചെയ്യാനുള്ള യോഗ്യതയൊക്കെ എന്തായാലും എനിക്കുണ്ട്. പിരിച്ചുവിട്ട കുടുംബത്തിൽ നിന്ന് നിങ്ങളിവളുടെ കല്യാണം മുടക്കാൻ എത്തുന്ന വിധത്തിലായോ കാര്യങ്ങള്? അതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ അടുത്തു നിന്നും വന്ന കുട്ടിയാണോ ഈ നിൽക്കുന്നതെന്ന് ഒന്ന് സംസാരിച്ചു നോക്ക്, അന്നേരം അറിയാമെന്ന് ലച്ചുവും. സംസാരമൊക്കെ രണ്ടാളും ചൊവ്വേ കേട്ടതാ. കനി ഇവരെ ഹോട്ടലിൽ പോയി കണ്ടിരുന്നു, ഞാനും പാർവിനെ പോയി കണ്ടിരുന്നു. അത്യാവശ്യം കാര്യങ്ങളിൽ ബോധ്യമുണ്ടിപ്പോയെന്ന് ശിവരാമേട്ടനും. ലച്ചുവും പറയുകയാ, ഇവളെ ഞാനേ അത്യാവശ്യം ലോകം കാണിച്ചിട്ടുണ്ട്, അതിന്റെ സ്ട്രെങ്ത് ഒക്കെ ഇപ്പോ അവൾക്കുണ്ട്. എന്നെക്കാളും കനിയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ദേ ഇവളാ, സരസുവാ
എന്ന് പറയെ പിള്ളേർക്ക് സ്നേഹം കൊടുക്കുന്നത് തെറ്റാണെന്ന ഇവരുടെ പക്ഷം. അത് കുട്ടികളെ വീക്കാക്കുമെന്ന് എന്ന് സരസവും പറയുകയാ. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവളും കൂടി കനിയെ ശരിക്കും അങ്ങ് വീക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവളോട് നിവർന്നു നിന്ന് ആരാ ഇവളുടെ അമ്മയെന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പ് ചേച്ചിക്കുണ്ടോ? എങ്കിലൊന്ന് ചോദിച്ചു നോക്ക്. അക്കാര്യത്തിൽ എനിക്കും ഇവൾക്കും നല്ല ധൈര്യമുണ്ട് എന്ന് ലച്ചു ചോദിക്കെ അതിഷ്ടമാവാതെ ഞങ്ങൾ ഇവിടെ അധികാരം കാണിക്കാനൊന്നുമല്ല വന്നത്. കനികയുടെ വിവാഹത്തിനെ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയാനാ എന്നവർ പറയുന്നതുകൾക്ക് കനിയും അമ്പരപ്പോടെയും പരിഭ്രമത്തോടെയും ചെറിയമ്മയെ നോക്കി നിൽപ്പാ. പിന്നീട് ടീച്ചറമ്മ കനിയെയും കൂട്ടി തന്റെ റൂമിലെത്തി. മേരിയെ വിളിക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ എടുത്ത് മേരിയെ വിളിക്കുകയാണ്. മേരിക്കുട്ടി ടീച്ചർ കോൾ എടുത്ത് ഹലോ സരസു എന്ന് പറയേ കനി ഡോർ അടയ്ക്കെന്ന് ടീച്ചറമ്മ കനിയോടായി പറയുന്നുണ്ട്. അവൾ ചെന്ന് ഡോർ അടയ്ക്കുമ്പോഴേക്കും മേരി കുറച്ചു മുന്നേ പാറേച്ചിയും രാമേട്ടനും വന്നിരുന്നു. അവർക്ക് കനിയുടെ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു എന്ന് ടെൻഷനോടെ സരസു പറയേ അവർക്കിപ്പോ മതമൊന്നും പ്രശ്നമല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുക. അങ്ങനെ ഇവർ മൂന്നുപേരും ടെൻഷനോടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഒരു പാർക്കിൽ ഇരുന്ന് സംസാരിക്കുകയാണ് കനിയും കല്ലുവും. കനി ചോദിക്കുന്നുണ്ട് അന്ന് US കനിക്കുഞ്ഞ് പോകും മുമ്പ് എന്നോട് പറഞ്ഞ ടോപ്പ് സീക്രട്ട് ഓർക്കുന്നോ എന്ന്. അതെങ്ങനെ മറക്കുവേണ്ടിയെന്ന് കനി ചോദിക്കേ അന്ന് കനിക്കുഞ്ഞ അക്കാര്യം എന്നോട് പറഞ്ഞത് ഞാൻ ചിലത് മനസ്സിലാക്കി ചോദിച്ചത് കൊണ്ടാ ശരിയല്ലേ എന്ന് കല്ല് വീണ്ടും ചോദിക്കേ നീ മനസ്സിലാക്കുമല്ലോ നീ മറ്റേ ഡിറ്റക്റ്റീവ് എക്സ് അല്ലേ എന്ന് കനിയും. പിന്നെ ജെൻ ആൽഫയും അതും പറയണമെന്ന് കല്ല് പറയേ പിന്നെ വേറെ വല്ലതും പറയണോ എന്ന് കനിയും. അത് വേണ്ട എന്റെ ഒരു ഡൗട്ട് ക്ലിയർ ആക്കി തന്നാ മതിയെന്ന് കല്ല് പറയേ എന്ത് എന്ന് സംശയത്തോടെ കനിയും. പോവാൻ നേരം കുഞ്ഞിക്ക് ജോൺ അങ്കിളിനോടുണ്ടായിരുന്ന ഫീലിങ്സ് പറഞ്ഞു. വീണ കുഞ്ഞിയോടാണ് ജോൺ അങ്കിളിന്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞ് US പോയത് എന്ന് കല്ല് ചോദിക്കേ അതെ അതിനെന്താ എന്ന് കനിയും. പക്ഷേ ഇപ്പൊ വീണക്കുഞ്ഞ സന്തോഷത്തിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കൊണ്ട് പിന്നെയും ജോൺ അങ്കിളിന്റെ കാര്യം റീഓപ്പൺ ചെയ്ത് US നിന്ന് വന്നു എന്നത് ഒട്ടും ലോജിക്കല്ല എന്നവൾ പറയുന്നത് കേൾക്ക് നിന്റെ അടുത്ത് ഇതിന്റെ ലോജിക്ക് നോക്കാൻ ആരെങ്കിലും പറഞ്ഞോടി എന്ന് കനിയും ചോദിക്കുക. എന്നാലും കുഞ്ഞയുടെ യഥാർത്ഥ പരിപാടി ഇതല്ല എന്ന് സംശയത്തോടെ കല്ല് വീണ്ടും പറയേ എടി ഡിറ്റക്റ്റീവ് XYZ നീ നിന്റെ വാ എന്നടക്കി. ഇക്കാര്യത്തിൽ ഇനി ഞാൻ പറഞ്ഞിട്ട് നിന്റെ വാ തുറന്നാ മതി. വാ നിനക്ക് ഞാൻ ഇന്നൊരു കരിക്ക് ഷേക്ക് വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞവളെ വിളിക്കേ കൈക്കൂലിയാണല്ലേ എന്ന് ചോദിച്ച് കല്ലവും എഴുന്നേറ്റ് അവളുടെ കൂടെ പോവുകയാ. അവിടെ കുമാർ മോഹനെ കാണാൻ എത്തിയിരിക്കുക. മോഹന്റെ കൂടെ പോറ്റിയുമുണ്ട്. ഇപ്പൊ എന്തായി പെണ്ണുങ്ങൾ മാത്രമാ അന്ന് എന്നെ തൂത്തുവാരി ഇടിച്ചത്. എനിക്കങ്ങ് വല്ലാത്ത ക്ഷീണമായി പോയി. അവസാനം നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങളും എന്നെ പറ്റിച്ചില്ലേ എന്ന് കുമാർ ദേഷ്യത്തോടെ ചോദിക്കേ ഇല്ലടോ പോലീസിന്റെ വായിലോട്ട് ഞങ്ങളങ്ങ് കേറി ചെന്ന് കൊടുക്കാം എന്ന് മോഹനും. നിങ്ങളുടെ മരുമോനല്ലേ ആ സർക്കിള് പിന്നെന്താ എന്ന് കുമാർ ചോദിക്കേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ലോകത്ത് എന്റെ അടുത്താണ് അവന് ഏറ്റവും കൂടുതൽ കലിപ്പുള്ളത്. എന്നെ ചവിട്ടി കൂട്ടിയനെ ആ സരസ്വതിയുടെ മുന്നിലിട്ട് അറിയോ എന്ന് മോഹനും ചോദിക്കുകയാ. ആശാനെ നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? നിങ്ങൾ പട്ടാളത്തിലൊക്കെ ആയിരുന്നതല്ലേ എന്ന് കുമാർ ചോദിക്കേ മിലിറ്ററി എന്ന് പറയാവുന്നതല്ലാതെ ഇവർക്കായി വല്ല നിയമവും ഉണ്ടോ കുമാറെ എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. അതെ നിങ്ങൾ ഈ വിഷയത്തിലൊന്നും ഇടപെടാത്തത് എനിക്ക് വലിയ വിഷമമായി എന്ന് കുമാർ ടെൻഷനോടെ പറയാ. നിനക്ക് രാത്രി 2 അടിച്ചാ തീരുന്ന വിഷമമല്ലേ ഉള്ളൂ. അത് മോഹനം മേടിച്ചു തരുമെന്ന് പോറ്റി പറയേ ആണോ എന്ന് സന്തോഷത്തോടെ കുമാരൻ ചോദിക്കുക. മോഹനും അത് സമ്മതിക്കുമ്പോഴേക്കും പിന്നെ ആ പെണ്ണിന്റെ നിശ്ചയം ഉറപ്പിച്ചു. ആശാനെ അത് എങ്ങനെയെങ്കിലും കലക്കണമെന്ന് കുമാർ പറയേ അത് നമുക്ക് കലക്കാടോ ധൈര്യമായിട്ടിരിക്കുന്ന മോഹനും. അത് മതിയെന്ന് കുമാറും സന്തോഷത്തോടെ പറയേ നിനക്ക് തലയ്ക്ക് ഓളമുണ്ടോ മോഹന? ആ 2 മാക്രി പിള്ളേരും കൂടി എടുത്തിട്ട് ചതച്ചത് മറന്നോ നീ? ഞാൻ അന്നൊരു ചെറിയ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത് എന്ന് പോറ്റി പറയേ എടോ ഇത് കലക്കാൻ വേണ്ടിട്ട് നമ്മൾ നെഞ്ചും വിരിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നൊന്നുമില്ലല്ലോ. ഐഡിയ ഉണ്ടായാൽ ഇവിടെ ഇരുന്നും പണിയാ എന്ന് മോഹൻ പറയുന്നത് കേൾക്കെ ഒരു ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഐഡിയ ഒക്കെ ശറപറ നിങ്ങൾ പോന്നേനെ എന്ന് കുമാറും പറയുന്നു. കളി അറിയാവുന്നവന് ഗ്രൗണ്ടൊന്നും വേണ്ട മാമ അറിയോന്ന് കുമാറിനോടായി ചോദിച്ചേ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റ് ശവരാമൻ എന്ന് പറഞ്ഞ് ശിവരാമേട്ടന്റെ മൊബൈലിലേക്ക് വിളിക്കുക. അവിടെ മുത്താർമലയിൽ പറമ്പ് കിളക്കുന്ന തിരക്കിലായിരുന്നു ശിവരാമേട്ടനും. അൺനോൺ നമ്പറിൽ നിന്ന് കോൾ കണ്ട് ശിവരാമേട്ടനും ഒരു നിമിഷം നോക്കി നിന്ന് ഹലോ ആരാത് എന്ന് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കുക. മോഹനും തന്റെ ശബ്ദം മാറ്റിക്കൊണ്ട് ഹലോ ഇത് റെജിയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കേ അതെ റെജിയുടെ അപ്പച്ചനാ. ആരാ വിളിക്കുന്നേ എന്ന് ശിവരാമേട്ടനും. ഒരു അഭ്യുദയകാംക്ഷിയാണ് വിളിക്കുന്നത്. സാറിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെ വെറും പിഴയാ രോഗപിഴ. നേരത്തെ ആ പെണ്ണിന് രാജശേഖരൻ സാറിന്റെ ജൂനിയറായ ഒരു പയ്യനുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞാലേ ഒന്നിച്ചു പൊറുപ്പും ചുറ്റിക്കറങ്ങലും ഒക്കെയുള്ള ഒരു ഡിങ്കോൾഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും മോഹനും ചുമ വരികയാ. മോഹനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശിവരാമേട്ടനും ആ ജൂനിയർ വക്കീലിന്റെ പേരെന്താ? അഭ്യുദയകാംക്ഷി ചേട്ടാ എന്ന് ശിവരാമേട്ടൻ ചോദിക്കേ ഈ പേരൊക്കെ വെളിപ്പെടുത്തി ഒരു പ്രശ്നമുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മോഹനും.
അപ്പോ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണാവോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കെ സാറിന്റെ മോന്റെ ഭാവി ആലോചിച്ച് ടെൻഷൻ അടിച്ചു വിളിച്ചതായെന്ന് മോഹനും. ഓ, അത്രയ്ക്ക് ആലോചിച്ച് ടെൻഷൻ ആവാൻ നിങ്ങൾ എന്റെ അളിയനൊന്നുമല്ലല്ലോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കെ മോഹനും ഒരു ഞെട്ടലോടെ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കെ ആണോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട്. അല്ല സാറേ, നിങ്ങളുടെ മോനെ ഒരു നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം എന്ന് മോഹൻ പറയെ. എങ്ങനെ അറിയാം? അവന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയപ്പോഴാണോ എന്ന് ശിവരാമേട്ടനും. മോഹനും ഒരു പതർച്ചയോടെ എന്തിടി എന്ന് ചോദിക്കെ നല്ല നാടൻ അടി. അതൊന്നും കിട്ടിയിട്ടും നീ നന്നായില്ലല്ലേ എന്ന് ചോദിക്കെ മോഹൻ വീണ്ടും സാറേ, സാർ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് മോഹൻ ശബ്ദം മാറ്റി പറയുക. നീ മോഹനല്ലേ? നിനക്ക് കിട്ടിയതൊന്നും പോരെ, അടുത്ത ഉടായ്പ പരിപാടിയുമായിട്ട് വരികയല്ലേ? എന്തായാലും ഈ അപവാദമൊക്കെ പറയാൻ നീ തന്നെയാടാ പരമയോഗ്യൻ. നീ എത്ര കിട്ടിയെന്ന് ചോദിച്ച് ഞാൻ നിന്നെ പെടുത്തുന്നില്ല. മര്യാദയ്ക്ക് നീ നിന്റെ കുത്തിത്തിരിപ്പ് നിർത്തിക്കോ മോഹന, അല്ലേല് എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കുമെന്ന് ശിവരാമേട്ടനും പറയുന്നു. അത് കേൾക്കെ മോഹനും ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക. മോഹൻ കോൾ വെച്ചെന്ന് കണ്ട് ഇവനൊന്നും വേറെ പണിയില്ലേ, അപവാദവും പറഞ്ഞോട് നടക്കുന്നു എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. മോഹനും ടെൻഷനോടെ കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും മിമിക്രി പാളിപ്പോയല്ലേ ആശാനെ എന്ന് കുമാരൻ ചോദിക്കുക. ടൈപ്പ് ചെയ്യാനുള്ള കോൺഫിഡൻസ് തന്നെ അങ്ങ് പോയി എന്ന് മോഹനും. അതാ മോഹന നല്ലത്, അല്ലെങ്കിൽ നീ ഇടികൊണ്ട് ക്ഷയം വന്ന് ചത്തുപോകും എന്ന് പോറ്റി പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ തന്റെ ഈ ഒടുക്കത്തെ കരുനാക്കിക്കൊണ്ടാ ഈ ചുമ മാറാത്തത്. സത്യത്തിനും ധർമ്മത്തിനും ഒന്നും ഇവിടെ വിലയില്ലടോ, ദുഷ്ടനെ പന പോലെ വളർത്തും അല്ലേ എന്ന് മോഹൻ ചോദിക്കെ തന്നെ എന്ന് കുമാറും. വീണ്ടും മാധവത്തിലെത്തിയിരിക്കുകയാണ് പാർവതിയും റാംജിയും. ലിവിംഗ് റൂമിലിരുന്ന് ചായ കുടിക്കായിരുന്ന റാംജി ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, കല്യാണത്തിന് ഇവിടുത്തെ രീതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്ന്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയത്. സ്വർണവും ഡ്രസ്സും ഒക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് പാർവതി പറയേ. ഏറ്റവും സിമ്പിൾ ആയ ഒരു വിവാഹമാണ് എനിക്ക് താല്പര്യമെന്ന് കനിയും പറയുകയാ. ആയിക്കോട്ടെ എന്ന് അവളുടെ അച്ഛൻ പറയേ. തലമുടി പോലും എനിക്കൊരു ആഡംബരമാ, അതാ ഞാൻ അതുപോലും പ്രോത്സാഹിപ്പിക്കാത്തത് എന്നവൾ പറയേ. ഡിസൈനർ സാരി നോക്കാം, അല്ലെങ്കിൽ ട്രഡീഷണൽ ആണെങ്കിൽ ബനാറസി നോക്കാം എന്നവളുടെ അമ്മ പറയേ. ഇതൊക്കെ എനിക്ക് നല്ല ചേർച്ചയായിരിക്കും, ആളുകളെ ചിരിച്ചു മരിക്കുമെന്ന് കനി പറയെ. ടെൻഷനോടെ എല്ലാം കേട്ടു നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മോഹനും കുമാറും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന പേടി ശിവരാമേട്ടൻ ടീച്ചറമ്മയുമായി പങ്കുവെക്കുന്നതും സുജിയുടെ വീട്ടിലേക്ക് വിവാഹ നിശ്ചയത്തിനായി എല്ലാവരും എത്തുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.